അണ്ടി ഉണ്ട്, അത് കറി വെക്കാന്ന് വിചാരിച്ചു. കൊല്ലത്തിലുണ്ടാവുമ്പോൾ ഞാൻ 2 പ്രാവശ്യം അണ്ടിക്കറി വെക്കലുണ്ട്. ഒരു പ്രാവശ്യം വെച്ച്, ഇതിപ്പോ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചിട്ട് ഞാനിത് കറി വെക്കാൻ നോക്കാം. നമുക്കൊന്ന് ഇത് കീറി കൊടുക്കാം. അണ്ടി ചില അണ്ടിയൊക്കെ കേടൊന്നും ഉണ്ടാവില്ല, കേടായിട്ടുണ്ടാവും. ഇത് ഞാൻ കീറിയിട്ട് ഉണ്ടോ ഇതുപോലെ അണ്ടി കീറിയിട്ട് ഇതാ. ഇത് കുറച്ച് കീറിയെടുക്കാൻ ഭയങ്കര പാടിനെ, എല്ലാവരും ഇതിൽ റിസ്ക് എടുക്കൊന്നുമില്ല. ഭയങ്കര കഷ്ടപ്പാടാണ് ഇത് കീറിയെടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തുണി കയ്യിൽ വെച്ചിട്ടേ കീറാൻ പാടുള്ളൂ. ഇതിന്റെ ചെനയിലായ കൈ അങ്ങനെ പൊള്ളും, കുട്ടികളൊന്നും തൊടിയിക്കരുത്. ഇവിടെ എൻ്റെ മോള് വന്നിട്ട് ഇങ്ങനെ അമ്മമ്മേ ഞാനും കീറാം, അമ്മമ്മേ ഞാനും കീറാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. ഞാനതിൽ വിടാത്തോണ്ട് ആള് ഒന്ന് ശുണ്ടി പിടിച്ചിരിക്കണം. കണ്ടില്ലേ, ഇതാ നിങ്ങളെ മുമ്പിൽ വരുന്നില്ല, അവിടെ ദേഷ്യം വന്നിട്ട് ഇരിക്കുന്ന. എനക്ക് വണ്ടി ഇത് കീറിയ ശരിയാവൂല, അതുകൊണ്ടാട്ടോ. ഇത് ഭയങ്കര ചെനയുള്ള സാധനം. അപ്പോ ഇത് എനക്ക് തന്നെ പറ്റുന്നില്ല. ഇങ്ങനെ കീറിയെടുക്കണം. ഇത് എന്നിട്ട് കീറിയെടുത്ത് തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെക്കണം. ഇത് നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട്. എണ്ണി നോക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാൻ പറ്റും. കീറിയെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെക്കണം. ഞാൻ ഇട്ട് വെച്ചിട്ട് പിന്നെ കാണിക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് വെക്കുന്നതാണ്. ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ എല്ലാം ഇളക്കി കിട്ടുന്നു. ഇതിനെ ഇളക്കി എടുത്തിട്ട് പൊളിച്ച് കളയണം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് കറി വെച്ചാൽ, വെക്കാത്തവർ വെച്ച് നോക്കണം. ആക്കി എടുത്തിട്ട് ഇതാ ഇത്ര അണ്ടിപ്പരിപ്പ് ശരിയായി കിട്ടിയിട്ടുണ്ട്. കുറേ സമയം മെനക്കെട്ട് കേട്ടോ ഞാൻ. അത് ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. നമുക്കതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഞാനൊരു 1/2 മുറി തേങ്ങയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളതുപോലെ എടുക്കാം, അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന് 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പാകത്തിനൊന്ന് വറുത്ത് ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പില, ഇനി 2 പട്ട, 2 ഗ്രാമ്പു, 2 മണി പെരിഞ്ചീരകം, 1 ഏലക്കായ, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ വേറെ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഗ്രാമ്പുവും പട്ടയും ഏലക്കായും 2 മണി പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടാക്കിയാൽ മതി. ഇവിടെ തേങ്ങ റെഡിയാക്കി വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ തക്കാളി, ചെറിയ ഉള്ളിയാണ് നല്ലതുണ്ടെങ്കിൽ, പക്ഷെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം എടുക്കാം, ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് വേവായിട്ടുണ്ട്. ഏകദേശം ഒരു കുറച്ച് നേരം കൂടെ
ഇതിപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ഇറച്ചിക്കറി മാതിരി ഉണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഒറിജിനൽ അണ്ടി കുളന്നെടുത്ത കറിയാണ്, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. അണ്ടി ഒരുപാട് സമയമെടുത്ത് കീറി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചൊക്കെ ഒന്ന് എടുത്ത അണ്ടി കൊണ്ട് കറി വെച്ചതാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇത്ര കൊഴുപ്പ് വേണം ചോറിന്, അല്ലേ? ചാറ് വേണ്ട, അപ്പോൾ ഇത്ര കൊഴുപ്പ് വേണം. ഇത് നമുക്ക് ഓഫാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ തേങ്ങ കൊത്തി അരിഞ്ഞത്, അതെന്തായാലും വേണം. തേങ്ങ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞത്, ഇത് ഏറെ ചായക്കുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് വെക്കാം. റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കൂട്ടി നോക്കണം, അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചോറിനായതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ ലൂസാക്കിയത്. കുറച്ചും കൂടി ടൈറ്റിലാണെങ്കിൽ ചപ്പാത്തി, ദോശ അതിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ.